ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് എന്നീ രണ്ട് ഫംഗ്ഷനുകൾ എങ്ങനെ എക്സലിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ ഷീറ്റിൽ നിങ്ങൾ ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, കോഡ് എന്നിവയൊക്കെ കാണുന്നത് ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഐ ഡി MKT, മാർക്കറ്റിങ്ങിൻ്റെ MKT എന്ന കോഡും സെയിൽസിന് SLS എന്നുള്ള കോഡും കൊടുത്തിട്ട് കുറേ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഈ ഐ ഡിയിൽ നിന്ന് എടുക്കണമെന്ന് കരുതുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ 3 അക്ഷരം, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള 3 അക്ഷരമാണ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡായിട്ട് വരുന്നത്. അതെങ്ങനെ നമുക്ക് എടുക്കാം? നമുക്കത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ കോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫംഗ്ഷനാണ് ലെഫ്റ്റ് എന്ന് കൊടുത്ത ശേഷം ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര അക്ഷരമാണ് വേണ്ടത്, ഇവിടെ 3 അക്ഷരമാണ് വേണ്ടത്, ആദ്യത്തെ 3 അക്ഷരം അത് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. നിങ്ങൾക്കവിടെ MKT എന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയതായിട്ട് കാണാം. ഇങ്ങനെ ആദ്യത്തെ ഒരു നിശ്ചിത അക്ഷരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിശ്ചിത അക്ഷരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് റൈറ്റ് സൈഡിൽ, ഇവിടെ ഇപ്പോൾ കോഡാണ് നമുക്ക് വേണ്ടത്, ആ വലത് ഭാഗത്തുള്ളതാണ് വേണ്ടതെങ്കിൽ, അവസാനമുള്ളതാണ് വേണ്ടതെങ്കിൽ റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എനിക്കൊരു 3, അത് 4 വേണമെങ്കിൽ 4 കൊടുക്കാം, ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. എൻ്റർ അടിക്കുന്നു. അത് എൻ്റർ അടിച്ച ശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ, അതായത് ആ ഐ ഡിയുടെ റൈറ്റ് സൈഡിലെ 3 അക്ഷരങ്ങളാണ് കാണുന്നത്. ഇവിടെ 4 എന്ന് കൊടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 2 എന്ന് കൊടുത്താൽ അവസാനത്തെ 2 അക്കങ്ങൾ മാത്രമാണ് കാണുക റൈറ്റ് സൈഡിലുള്ളത്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക്, HR അടക്കമുള്ള പല ആവശ്യങ്ങൾക്കും ഈ 2 ഫംഗ്ഷനും ഉപയോഗിക്കാവുന്നതാണ്.